നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലം ശ്രദ്ധേയമായ പോരാട്ടം നടക്കാൻ പോകുന്ന തിരുവനന്തപുരം ജില്ല. ആ ജില്ലയിലെ മണ്ഡലങ്ങളിൽ നിലവിലെ സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് CPIM എത്തിയിരിക്കുന്നു എന്നതാണ് അടുത്ത വാർത്ത. പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്നത് ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് BJPക്ക് കൂടി വലിയ വേരോട്ടം ഉള്ള വോട്ടുകൾ കൂടുതൽ നേടാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ ഉള്ളത് തിരുവനന്തപുരത്ത് കൂടി ആണ് എന്നതാണ്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ചിത്രം എന്നത് എടുത്തു പറയേണ്ടതാണ്. അതായത് കേരളത്തിൽ ആദ്യമായി ഒരു ഭരണ തുടർച്ചയിലേക്ക് ഇടതുപക്ഷ സർക്കാർ പോയപ്പോൾ ഭരണസിരാ കേന്ദ്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തിരുവനന്തപുരം, ആ ജില്ല ഒന്നടങ്കം LDFന് ഒപ്പം നിന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13ഇടത്തും LDF ആണ് വിജയിച്ചത്. CPIM-ഉം ഘടകകക്ഷികളും ഉൾപ്പെടെ വിജയിച്ചു കയറിയ രാഷ്ട്രീയ സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. കോവളം എന്ന ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് ഇടത് മുന്നണിയെ പരാജയപ്പെടുത്തി UDFന് അവിടെ വിജയിക്കാൻ സാധിച്ചത്. അങ്ങനെ വിൻസെന്റ് മാത്രം ഒരു അംഗമായി എത്തിയപ്പോൾ മറ്റെല്ലാവരും ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി വിജയിച്ചു എന്നതായിരുന്നു തിരുവനന്തപുരത്തെ ചിത്രം എന്നതാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ 13 LDF സീറ്റുകളിൽ 10ഇടത്ത് വിജയിച്ചിരുന്നത് CPIM ആയിരുന്നു എന്നതാണ്. അപ്പോൾ ആ 10 CPIM ജനപ്രതിനിധികളിൽ എല്ലാവരും തന്നെ ഇത്തവണയും മത്സര രംഗത്ത് ഉണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് നിലവിലെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ 9 അംഗങ്ങൾ 9 സിറ്റിംഗ് MLA-മാർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൽ ഒരേ ഒരു പേര് മാത്രമാണ് മാറി നിൽക്കുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അത് വർക്കല MLA ആയിട്ടുള്ള ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള വി ജോയിയുടെ പേരാണ്. വി ജോയി മത്സരിക്കണോ എന്നത് സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. ജോയിയെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാവരും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ജനവിധി തേടാൻ തയ്യാറെടുക്കുന്നു. അരുൺ, ഇതിലിപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. എങ്കിൽ പോലും ജോയി ഒഴിച്ചു നിർത്തിയാൽ സീറ്റുകൾ എല്ലാം മാറ്റമില്ലാതെ തുടരില്ലേ? ജോയിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഉടൻ എത്തുമെന്ന് കരുതാം. ഇന്ന് തന്നെ CPM തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കൃത്യമായൊരു നിർദ്ദേശം തയ്യാറാക്കും. 10 സിറ്റിംഗ് MLA-മാരാണ് CPM-ന് തിരുവനന്തപുരത്തുള്ളത്. അതിൽ നേമത്ത് മന്ത്രി വി ശിവൻകുട്ടി, വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത്, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, പാറശാല CK ഹരീന്ദ്രൻ, നെയ്യാറ്റിൻകര KA ആൻസലൻ, കാട്ടാക്കട IB സതീഷ്, അരുവിക്കര G സ്റ്റീഫൻ, വാമനപുരത്ത് DK മുരളി, ആറ്റിങ്ങലിൽ OS അംബിക, വർക്കലയിൽ വി ജോയ്. ഈ 10 പേരാണ് CPIM സിറ്റിംഗ് MLA-മാർ. നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരമനുസരിച്ച് ഈ 10 പേരും വീണ്ടും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. ഒരു സംശയമുള്ളത്, ആശയക്കുഴപ്പമുള്ളത് വർക്കല MLA വി ജോയുടെ കാര്യത്തിൽ. അദ്ദേഹം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അതാണ് അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. പക്ഷേ അല്പസമയത്തിനും CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്താണ് ജില്ലാ സെക്രട്ടറി ചേരുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിക്കാനുള്ള സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക തയ്യാറാക്കുകയാണ്, ഒരു പ്രപ്പോസൽ തയ്യാറാക്കുകയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഉദ്ദേശം. ഒരു കാര്യം ഇപ്പോൾ ലഭിക്കുന്ന നേതാക്കളോട് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ജോയിയും മത്സരിച്ചേക്കും. അങ്ങനെയെങ്കിൽ 10 പേരും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. ജോയിയെ മാറ്റി നിർത്തിയാൽ വർക്കല 2 തവണ തുടർച്ചയായി ജയിച്ച ആളാണ് വി ജോയ്. വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണയും ജയിച്ചു വന്നയാളാണ് വി ജോയ്. ജോയ് മാറിയാൽ ഒരുപക്ഷെ വർക്കല, നേരത്തെ UDF കുറേ നാൾ വർക്കല കഹാറൊക്കെ MLA ആയിരുന്ന മണ്ഡലമാണ്. അവിടെ ജോയ് മാറിയാൽ ഒരുപക്ഷെ അത് മണ്ഡലം നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്ന ഒരു ആശങ്ക നേതൃത്വത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ജോയ് തന്നെ മത്സരിച്ചേക്കും. മറ്റൊരു നിർദ്ദേശം പാർട്ടിക്ക് മുമ്പാകെ നേരത്തെ വന്നത്, CPIM മുമ്പാകെ നേരത്തെ വന്നത്, ജോയ് മത്സരിക്കുകയാണെങ്കിൽ വാമനപുരത്ത് DK മുരളിയെ മാറ്റാം. DK മുരളി സംസ്ഥാന സമിതി അംഗമാണ്. കാരണം പുതിയ ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കേണ്ടി വരും ജോയ് മാറിയാൽ. അത് DK മുരളിയുടെ പേര് നേരത്തെ തന്നെ ചർച്ചകളുണ്ടായിരുന്ന പേരാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായതുകൊണ്ട് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കാമെന്നൊരു ചർച്ചയാണ്. പക്ഷേ ഇപ്പോൾ 2 പേരും മത്സരിക്കട്ടെ, പുതിയ ജില്ലാ സെക്രട്ടറി കണ്ടെത്താമെന്ന തരത്തിലാണ് നേതൃത്വത്തിലെ ആലോചന എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്ന് ഉച്ചയോടുകൂടി ജില്ലാ സെക്രട്ടറി യോഗം അവസാനിക്കും. അതിൽ വ്യക്തമായൊരു ഉത്തരം ഈ ഒരു പ്രശ്നത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ലഭിക്കുന്ന വിശ്വസനീയമായ സൂചന അനുസരിച്ച് 10 സിറ്റിംഗ് MLA-മാരെയും CPM
മത്സരിക്കും. അതിനു പുറമെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റും CPM ഏറ്റെടുത്തേക്കും. അവിടെ കഴിഞ്ഞ തവണ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജുവാണ് വിജയിച്ചു വന്നത്. ആന്റണി രാജു ഇപ്പോൾ അയോഗ്യതാ ഭീഷണിയിലാണ്, അയോഗ്യത നേരിടുകയാണ്. അദ്ദേഹത്തിന് തൊണ്ടുമുതൽ കേസിൽ വ്യാജ തൊണ്ടുമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട അയോഗ്യനാണ് ആന്റണി രാജു. അതുകൊണ്ട് തന്നെ അവിടെ ആ സീറ്റ് കൂടി CPM ഏറ്റെടുത്തേക്കും. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ CPM ആലോചിക്കുന്നുണ്ട്. അത് ഡോക്ടർ TM തോമസ് ഐസക്കാണ്. തോമസ് ഐസക്കിനെ തിരുവനന്തപുരത്തെ കൊണ്ടുവരുന്നതിൽ ചർച്ചകളുണ്ട്. അതും ഇന്നത്തെ യോഗത്തിൽ അത് സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാകാനുള്ള സാധ്യത. അതായത് 9 പേർ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. 9 സിറ്റിംഗ് MLAമാർ ഉറപ്പാണ്. അതിൽ 10ാമത്തേത് ആൾ കൂടി ജോയിയോ അല്ലെങ്കിൽ DK മുരളിയോ മാറി നിൽക്കുന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ആ 2 പേരും മത്സരിച്ചാൽ 10 സിറ്റിംഗ് MLAമാരും തിരുവനന്തപുരത്ത് വീണ്ടും ജനവിധി നേടാൻ തന്നെയാണ് സാധ്യത. മന്ത്രി വി ശിവൻകുട്ടി നമ്മൾ ഈ തിരുവനന്തപുരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല മണ്ഡലങ്ങൾ ഇപ്പോൾ പുറത്ത് ജില്ലകളിൽ ചില മണ്ഡലങ്ങളുണ്ട്, മലമ്പുഴയോ പാലക്കാടോ ഒക്കെ പോലെയുള്ള മഞ്ചേശ്വരം ഒക്കെ പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഒന്നുകിൽ അവർക്ക് വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ആണ് BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് കൂടുതൽ മേൽക്കൈയുള്ളത്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അതല്ലല്ലോ ചിത്രം. അതായത് ഇപ്പോൾ നേമത്ത് തന്നെ വി ശിവൻകുട്ടിയാണ് നേമത്തെ BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചത് എന്ന് CPIM തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വട്ടിയൂർക്കാവിൽ ഇത്തവണ അതിശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുമെന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ഏറ്റെടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തും മോശമല്ലാത്ത ഒരു പ്രകടനം BJP ഇപ്പോൾ കാഴ്ചവെച്ചു എന്ന് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കഴക്കൂട്ടത്തേക്ക് എത്തുമ്പോഴും അവിടെയും ഒരു നല്ല പോരാട്ടം BJP-ക്ക് കാഴ്ചവെക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമല പോലെയുള്ള വിഷയങ്ങൾ, കടകംപള്ളിയും ആ വിവാദവുമായി ചേർത്ത് വെച്ച പേരുകളിൽ ഒന്നാണ് എന്നിരിക്കെ ഈ സിറ്റിംഗ് MLAമാർക്ക് അത്രമേൽ വിജയസാധ്യതയുണ്ട് എന്ന്, അതല്ല എങ്കിൽ അതിന് പകരക്കാരായി എത്തുന്നവർക്ക് അത്രമേൽ വിജയസാധ്യത ഉണ്ടാകില്ല. അതായത് സിറ്റിംഗ് MLAമാരുടേതിന് സമാനമായ ഒന്നില്ല എന്ന് തന്നെയാണോ പാർട്ടി കൃത്യമായും വിലയിരുത്തുന്നത്? അഭിലാഷ്, ഒരു തരത്തിലുള്ള റിസ്ക്കും എടുക്കരുത്. ഇതാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന കൃത്യമായ നിർദ്ദേശം. ആരാണോ ജയിക്കാൻ സാധ്യതയുള്ളത് അവരെ തന്നെ നിർത്തണം. അവിടെ ഒരു പരീക്ഷണത്തിന് പോകരുത്. 2 ടേം നിബന്ധന കഴിഞ്ഞ വർഷം കൊണ്ടുവരുമ്പോൾ CPM അത് കർശനമായി നടപ്പാക്കിയത്. പക്ഷേ ഇത്തവണ ടേം വ്യവസ്ഥ പോലും വേണ്ട. സിറ്റിംഗ് MLAമാർ നിന്നാലാണ് അവിടെ. കാരണം എല്ലായിടത്തും വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഒരു വസ്തുതയാണ്. കിഫ്ബിയുടെ അക്കൗണ്ടിലും അല്ലാതെയും ഒക്കെ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആ രീതിയിൽ തന്നെയാണ് വികസന പ്രവർത്തനം നടന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ സിറ്റിംഗ് MLAമാർ വന്നാൽ ഈ സർക്കാരിനെതിരായ വികാരമുണ്ടെങ്കിൽ പോലും അതൊക്കെ മറികടന്ന് ഇപ്പോൾ CPM-ന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഒരുപക്ഷേ ഈ സർക്കാരിൻ്റെ പൊതുഭരണ നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ഓരോ MLAമാരുടെ പെർഫോമൻസ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണിയുടെ MLAമാർക്ക് നൽകിയ കൃത്യമായ നിർദ്ദേശം, നിങ്ങൾ രാഷ്ട്രീയവാദങ്ങളിലോ മറ്റു പ്രശ്നങ്ങളിലോ സർക്കാർ സാമ്പത്തിക രംഗത്തിലോ ഒന്നും നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ മണ്ഡലങ്ങളിലേക്ക് പോകണം, മണ്ഡലങ്ങളിൽ സജീവമാകണം, മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നോക്കാമെന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണി MLAമാർക്ക് പ്രത്യേകിച്ച് CPM MLAമാർക്ക് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ തന്നെ എല്ലാ MLAമാരും ശ്രമിച്ചിട്ടുണ്ട്. ഒരു മണ്ഡലത്തിലും വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പിന്നോക്കം പോയെന്ന് പറയാൻ ഇടവരുത് എന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ സിറ്റിംഗ് MLAമാർ വന്നാൽ ഈ 99 സീറ്റ് എന്നത് എത്ര എതിർവികാരമുണ്ടായാലും അത് ഭരണത്തിലേക്ക് വരാനായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് നിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് CPM-ന്റെ പ്രതീക്ഷ. തലസ്ഥാനത്തെ കാര്യം അത് തന്നെയാണ്. VK പ്രശാന്ത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നയാളാണ്. അടുത്ത തവണ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. നേമത്ത് ശിവൻകുട്ടി BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചയാളാണ്. ഇപ്പോഴും സംഘപരിവാർ വിരുദ്ധ നിലപാടുകളുമായി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഏറ്റവും മുൻപന്തിയിലുള്ള മന്ത്രിമാരിൽ കൂടിയാണ് വി ശിവൻകുട്ടി. PMC ഒക്കെ അതിലൊരു കല്ലുകടിയായെങ്കിൽ പോലും എപ്പോഴും സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നയാളാണ് വി ശിവൻകുട്ടി. ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള നിയമമണ്ഡലത്തിൽ ശിവൻകുട്ടി വന്നാൽ വീണ്ടും വിജയിക്കാമെന്നാണ് CPM-ന്റെ പ്രതീക്ഷ. കഴക്കൂട്ടത്തെ കടകംപള്ളി ജനകീയനായ MLA ആണ്. പക്ഷേ തുടർച്ചയായ വിവാദങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോലും അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനായ ആളാണ്. ഇനി ED അന്വേഷണം വേണമെങ്കിൽ വന്നേക്കാം. ഒരു ഘട്ടത്തിൽ കടകംപള്ളിയെ മാറ്റാം എന്ന തരത്തിൽ CPM ആലോചന. പക്ഷേ കടകംപള്ളി പോയാൽ ആ മണ്ഡലം നിലനിർത്താൻ കഴിയില്ല. മാത്രവുമല്ല അവിടെ BJP-ക്ക് ജയസാധ്യത കൂടുതലുമാണ്. വി മുരളീധരൻ അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്, BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്ര സഹമന്ത്രി. അതുകൊണ്ട് തന്നെ കടകംപള്ളി വന്നാൽ ഈ കടകംപള്ളിയെ മണ്ഡലത്തെ ജനങ്ങൾ വിശ്വസിക്കും എന്നൊരു പ്രതീക്ഷ തന്നെ CPM-നുണ്ട്. അതുകൊണ്ട് കടകംപള്ളിയുടെ പേര് അവിടെ നിന്ന് മാറ്റാൻ കഴിയാത്തത്. വർക്കല നമ്മൾ സൂചിപ്പിച്ചാണ്. ജോയി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജനകീയനായ MLA കൂടിയാണ്. പാഠശാലയിലേക്ക് പോയാൽ ഹരീന്ദ്രൻ, CK ഹരീന്ദ്രൻ ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് നിൽക്കുന്ന MLA ആണ്. ആൻസലൻ നെയ്യാറ്റിൻകരയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ പോലും അവിടെ ഇപ്പോഴും ആൻസലൻ എന്ന സിറ്റിംഗ് MLA CPM-ന്
പ്രതീക്ഷയുണ്ട്. IB സതീഷ് കാട്ടാക്കടയിൽ വലിയ പ്രത്യേകതകളുള്ള വികസന പ്രവർത്തനങ്ങളും ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ മറ്റാരും പരീക്ഷിക്കാത്ത തരത്തിലുള്ള പദ്ധതികളുമൊക്കെ നടപ്പാക്കി ആ രീതിയിൽ ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന MLA ആണ്. അങ്ങനെ G. സ്റ്റീഫൻ അരുവിക്കര പിടിച്ചെടുത്തയാളാണ്. അവിടെ മണ്ഡലത്തിൽ അദ്ദേഹവും സജീവമായി ഉണ്ടെന്ന് CPM വരുന്നത്. അങ്ങനെ ഓരോ മണ്ഡലം എടുത്താലും ആ MLA-മാരുടെ മെരിറ്റിൽ വർക്കലയും അതിനപ്പുറത്തേക്ക് ആറ്റിങ്ങലുമൊക്കെ CPM-ന്റെ കോട്ടകളാണ്, ശക്തികേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ BJP ഒക്കെ വളർന്നു വരുന്നെങ്കിൽ പോലും അവിടെ ഒരു ഘട്ടത്തിൽ MLA ഇപ്പോൾ സിറ്റിംഗ് MLA മാറ്റാൻ CPM ആലോചിച്ചു. പക്ഷേ OS അംബികയാണ് അവിടുത്തെ MLA. അവിടെ അവരെ മാറ്റിയാൽ ജില്ലയിൽ മറ്റൊരിടത്തൊരു വനിതാ സ്ഥാനത്തെ കണ്ടെത്തേണ്ടി വരും. ആ ഒരു കണക്കൂട്ടലിലാണ് OS അംബിക എന്ന പേര് വീണ്ടും ഉറപ്പിക്കാൻ CPM ആലോചിക്കാൻ കാരണം. അല്ലെങ്കിൽ അവിടെ B. സത്യൻ മുൻ MLA വീണ്ടും മത്സരിക്കാൻ സന്നദ്ധനായിരുന്നു. അത്തരം ആലോചനകൾ ചില കേന്ദ്രങ്ങൾ നടന്നതുമാണ്. പക്ഷേ ഈ സിറ്റിംഗ് MLA-മാർ വരുന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ഉചിതമെന്ന് CPM കരുതുന്നു. ആരെ കോൺഗ്രസ് BJP ഫീൽഡ് ചെയ്താലും സിറ്റിംഗ് MLA-മാരുടെ പ്രകടനത്തിൻ്റെ ബലത്തിൽ തിരുവനന്തപുരം പിടിച്ചെടുക്കാം, തിരുവനന്തപുരം പിടിച്ചാൽ ഭരണം പിടിക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായുള്ള കണക്കൂട്ടലും അതിൻ്റെ വസ്തുതയുമൊക്കെ. UDF ജയിക്കുമ്പോൾ അവർക്ക് ഇവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2016-ലും 2021-ലും LDF-ന് ഭൂരിപക്ഷമുണ്ട്. 2006-ൽ VS സർക്കാർ വരുമ്പോൾ തിരുവനന്തപുരം ജില്ല ഇടതുമുന്നണിക്കൊപ്പം നിന്നു. അങ്ങനെ തിരുവനന്തപുരം പിടിക്കുക എന്നുള്ളത് ഒരു അഭിമാന പോരാട്ടം കൂടിയാണ്. മാത്രമല്ല തെക്കൻ കേരളമാണ് ഇപ്പോൾ CPM-ന് ഏറ്റവും പ്രതീക്ഷയുള്ള. കണ്ണൂരും കാസർഗോഡും ഒക്കെ മാറ്റിവെച്ചാൽ മധ്യ കേരളം വിട്ടുകഴിഞ്ഞാൽ പിന്നീട് തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ വലിയ ഭൂരിപക്ഷം, വലിയ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയാൽ മാത്രമേ തുടർഭരണം എന്ന സ്വപ്നം ഇടതുമുന്നണിക്ക് യാഥാർത്ഥ്യമാകൂ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ റിസ്ക്കും എടുക്കാതെ സിറ്റിംഗ് MLA-മാരെ ഫീൽഡ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനാണ് CPM-ന്റെ ആലോചന. ഉച്ചയോടുകൂടി CPM-ന്റെ തലസ്ഥാനത്തെ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഏകദേശ തീരുമാനമുണ്ടാകും. യെസ്, അതായത് സൂചിപ്പിക്കുന്ന പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭരണ തുടർച്ചയിൽ നിർണായകമായിട്ടുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം. ആ ജില്ലയിൽ ഇത്തവണ ഒരു തരത്തിലുമുള്ള റിസ്ക്കും എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് CPM-ന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ MLA-മാരായിട്ടുള്ളവരിൽ 9 പേരെയും ഒരിക്കൽ കൂടി കളത്തിൽ ഇറക്കുവാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി പോകുന്നത്. അവിടെ ഒരേ ഒരു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാത്രമാണ് അവ്യക്തതയുള്ളത്. അത് ജോയിയുടെ സ്ഥാനാർത്ഥിത്വം ആണ്. എന്നാൽ ജോയിയെയും മത്സരരംഗത്ത് ഇറക്കും എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.